शाहिदा बीवी हैं। केरल सरकार की पहल की बदौलत बुढ़ापे में शाहिदा के पास अब अपना घर है। केरल के तिरुवनंतपुरम में उनको नए घर के लिए फंडिंग सरकार से मिली। अब ये उनकी सुरक्षा का जरिया है। शाहिदा और उनकी 22 साल की दृष्टि बाधित बेटी के लिए ये एक नई शुरुआत है। ഇപ്പോൾ വാപ്പ മരിച്ചതിന് ശേഷം 12 വർഷമായി. അതിനുശേഷം പിന്നെ മാറി തിരിഞ്ഞു ഓരോരുത്തരുടെ വീട്ടിലൊക്കെ. അപ്പോൾ എന്ന് വെച്ചാൽ കൊച്ചു മോളോ ഞാൻ മാത്രമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് മറിയും തിരിഞ്ഞൊക്കെ നിന്ന് മഴയൊന്ന് പിടിഞ്ഞൊക്കെ. അപ്പോൾ ഇവിടെയൊക്കെ പിള്ളേർ താമസിച്ച് ഇടിഞ്ഞ് വീണ് പോയ ഷീറ്റല്ലായിരുന്നു. ഒരു സൈഡ് അടുക്കളയൊക്കെ അങ്ങ് ഇടിഞ്ഞ് വീഴുന്നു പോയി. പിന്നെ അവിടെ നിന്ന് പിന്നെ അങ്ങനെയാണ് മാറിയും തിരിഞ്ഞൊക്കെ നിന്ന് പിന്നെ അങ്ങനെ എല്ലാവരും കൂടെ പറഞ്ഞ് എനിക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരു ലോണും കിട്ടി. എല്ലാവരുടെ സഹായത്താൽ ഇപ്പം ചെറുതായിട്ട് ഇത്രയായി കിട്ടി. ഞാൻ സന്തോഷത്തിലാണ് ഇപ്പോൾ. कई बीमारियों से जूझ रहे सोमन और उनका परिवार राज्य सरकार के अत्यधिक गरीबी उन्मूलन कार्यक्रम के लाभार्थियों में से हैं। बीमारियों की वजह से परिवार के लिए गुजारा करना बड़ी चुनौती बन गया। परिवार का कोई भी सदस्य ऐसा नहीं था जो रोजी रोटी कमाकर सभी का पेट पाल सके। आज EPEP के तहत वे ऐसे मकान में रहते हैं जिसका किराया सरकार अदा करती है। इतना ही नहीं, उन्हें नियमित रूप से भोजन भी मिलता है। എനിക്ക് ജോലിക്ക് പോകാൻ വയ്യായിരുന്നു. പൊയ്ക്കൊണ്ടിരുന്നു. ഇപ്പോൾ മാസമായിട്ട് ഞാൻ കിടപ്പായിരുന്നു. അതിനെ കൊണ്ട് എനിക്കിപ്പം ജോലിക്ക് പോകാത്തതിനെ കൊണ്ടാണ് ഇത്ര ബുദ്ധിമുട്ട് വന്നത്. അവളെ ചിലവാണ് എൻ്റെ മൂത്ത ഇളയ മോളെ ചിലവ്. അവളും ഇപ്പം ഒരു മാസം കൊണ്ട് വയ്യാതെ കിടക്കുന്നു. അല്ലാതെ ആരും കൊണ്ട് തരാനുമില്ല. എൻ്റെ ഭർത്താവിനും വയ്യാതെ കിടപ്പായിരുന്നു. ഇപ്പം അവന് ഇത്തിരി വെച്ചൊക്കെ നടക്കുന്നത്. ഇപ്പം അവിടെ നിന്ന് കിട്ടണ്, പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞ് കിട്ടണ്. ഇപ്പം അങ്ങനെ ബുദ്ധിമുട്ടില്ലാതെ പോകണം. ഇപ്പം പഞ്ചായത്തിൽ നിന്ന് വീടൊക്കെ കിട്ടി, ചോറൊക്കെ